2023 നീറ്റ് റിസൾട്ട് വന്നപ്പോൾ കാലിക്കറ്റിനെ മൊത്തത്തിൽ ഇളകി മറിച്ചുകൊണ്ടുള്ള ഒരു സക്സസ് സെലിബ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു സൈലത്തിൽ. ആ സക്സസ് സെലിബ്രേഷനിൽ ഏറ്റവും വലിയ താരമായിട്ട് മാറിയിരിക്കുന്ന ഒരാളെ എനിക്ക് തോന്നുന്നു വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആ സെലിബ്രേഷൻ നേരിട്ട് കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിൽ ഓടി വരുന്ന ഒരാളുണ്ട്, ഷാഹിദ്. അത്രയും വലിയ സന്തോഷമുണ്ട് ഇവിടെ നിന്നിൽ. ഒരു രക്ഷയില്ലാത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് കേട്ട് നീറ്റ് എഴുതിയാൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് യൂട്യൂബ് ചാനലിലെ വൺ ഷോട്ട് സീരീസ് ആണ് സൈലത്തിന്റെ. ഷാഹിദാണ് നമ്മുടെ കൂടെ ഇന്ന് നിൽക്കുന്നത്. ഇപ്പം ഷാഹിദ് അങ്ങനെ താരങ്ങളുടെ താരമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേരി അടുത്ത് തന്നെയാണ് വീടല്ലേ? അതെ, മഞ്ചേരിന്റെ അടുത്ത് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ്. അപ്പൊ ഇവിടുന്ന് ഡെയിലി കോളേജിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് വന്നു പോകും. ഡേ സ്കോളറാണ്. ഡേ സ്കോളറായിട്ട് പോകും. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഷാഹിദിന്റെ കേസിൽ ഇപ്പം അന്നും ഇത്രയും നല്ല മാർക്ക് വാങ്ങി അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ കിട്ടുമായിരുന്നു, തൃശ്ശൂരും ആലപ്പുഴയിലൊക്കെ കിട്ടുമായിരുന്നു അല്ലെ? എന്നിട്ട് എന്തുകൊണ്ടാണ് മഞ്ചേരി ചൂസ് ചെയ്തത്? അതായത് മഞ്ചേരി ചൂസ് ചെയ്യാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ വീടിന്റെ അടുത്താണ്. ഞാൻ നോർമലി എനിക്ക് എന്താ പറയുക, ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഡെയിലി വീട്ടിൽ വന്ന് പോകാന്നുള്ള രീതിയിലാണ് മഞ്ചേരി ചൂസ് ചെയ്തത്. അതായത് ഹോസ്റ്റലിൽ നിൽക്കാൻ എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് എപ്പോഴും തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു മാർക്ക് നമ്മുടെ കയ്യിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഏതും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണോ സൈലത്തിന്റെ ഓൺലൈൻ കോഴ്സിലേക്ക് പ്രിഫർ ചെയ്തത്? എങ്ങനെയാണ് ഓൺലൈനില് മൊത്തം ഓൺലൈൻ കോഴ്സിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷാഹിദ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളത്? അതായത് നമ്മള് നോർമലി ഞാൻ ക്ലാസ് കേൾക്കണേ നോട്ട് ചെയ്തു. അതായിരുന്നു എൻ്റെ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്തു. ഓൺലൈൻ ആണല്ലോ, അപ്പൊ നമുക്ക് ഓഫ്ലൈൻ ആകുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് എടുത്തു പോകും. പക്ഷെ ഓൺലൈനിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പോസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാം. അതായിരുന്നു ഷാഹിദിന് ഭയങ്കര കംഫർട്ട് അല്ലേ? പിന്നെ മൈൻഡ് മാപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അവസാനത്തേക്കാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ വീക്കിലി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അപ്പൊ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഡീപ്പായിട്ട് തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിന്റെ നോട്ട്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ക്ലാസ് മുഴുവനായിട്ട് ഇരുന്ന് ആവശ്യമുള്ള സമയം ഉപയോഗിച്ച് ക്ലാസ് കണ്ടു അല്ലെ? എന്നിട്ട് എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ തന്നെയാണോ? അതെ, ബയോളജി അടക്കം ഞാൻ എല്ലാ ക്ലാസ്സും ഞാൻ റിപ്പീറ്റർ ആണ്. അപ്പോ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു നോട്ട് ഉണ്ടായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഒരു നോട്ട് ഉണ്ടാക്കി. കാരണം വെച്ചാൽ നോട്ട് ഫിസിക്സ് ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്തതിനകത്ത് പിന്നെ അത് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ അങ്ങനെ തന്നെ. ഏകദേശം ബയോളജി ആ രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ജസ്റ്റ് NCERT റീഡ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ബയോളജി. അതായത് ഷാഹിദിന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഈ സംസാരിച്ചതിന്റെ ഇടയിൽ ഞാൻ പറയാം, ഷാഹിദിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ക്ലാസ്സിൽ നിന്ന് മെജോറിറ്റി കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളൊരു സംഭവമായിട്ട് കണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എനിക്കൊന്ന് ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണ്ടേ. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മാക്സിമം പഠിക്കാൻ നോക്കുക. ഒരുപക്ഷെ ഷാഹിദിന് ഏറ്റവും നന്നായിട്ട് പിന്നീട് റിവൈസ് ചെയ്യാൻ അടക്കം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ക്ലാസ് നിന്ന് പഠിക്കുകയാണ്. അപ്പൊ ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ക്ലാസ് തന്നെ പഠിച്ചു. ബയോളജി എങ്ങനെയാ? ബയോളജി എങ്ങനെയാ വെച്ചാൽ ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്നതൊക്കെ നോട്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് NCERT റീഡ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് നോട്ട് ഒന്ന് വായിച്ചിട്ട് NCERT റീഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടാത്ത കുറേ സെന്റൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ബോട്ടണിത്തെ ചാപ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ചില സെന്റൻസ് ഒക്കെ നമുക്ക് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ സെന്റൻസ് ഒക്കെ നമുക്ക് നോർമലി നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ ചിത്രം നോർമലി ഡയഗ്രാം ഒക്കെ വരക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ആ സെന്റൻസ് വായിക്കുമ്പോൾ ഈ ഡയഗ്രാം റെഫർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് MCQs ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അതൊക്കെ അപ്പൊ ഡയഗ്രാംസ് ഒക്കെ വരച്ച് തന്നെ പഠിച്ച് അതിങ്ങനെ റെഡി ആക്കി കൊണ്ടുവന്നു. സുവോളജി അങ്ങനെ തന്നെ? അതെ, സുവോളജി അങ്ങനെ തന്നെ. കെമിസ്ട്രിയിൽ മറ്റ് പോർഷൻസ് ഒക്കെ അപ്പൊ എങ്ങനെയാ പഠിച്ചിട്ടുണ്ടാവുക? ഇനോർഗാനിക് ഒക്കെ എങ്ങനെ പഠിക്കും? ഇനോർഗാനിക് പൊതുവെ എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇനോർഗാനിക് എങ്ങനെ വെച്ചാൽ ഞാൻ നോർമലി ഷോർട്ട് നോട്ട് ഉണ്ടാക്കാറില്ല. ക്ലാസ്സിൽ എഴുതുന്ന നോട്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് സമയം കളഞ്ഞിട്ടില്ല. പൊതുവെ എനിക്ക് മൈൻഡ് മാപ്പ് ഉണ്ടായിരുന്നു സൈലത്തിന്റെ. മൈൻഡ് മാപ്പ് എനിക്ക് തോന്നുന്ന ഒരു ബെസ്റ്റ് ഷോർട്ട് നോട്ട് തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട ഇനോർഗാനിക് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ഫിസിക്കൽ കെമിസ്ട്രിയിലും പ്രധാനപ്പെട്ട ട്രിക്സ് അടക്കം മൈൻഡ് മാപ്പിൽ കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഫിസിക്സിലും ഫിസിക്കൽ കെമിസ്ട്രിയിലും ഒക്കെ. അപ്പോൾ ഷോർട്ട് നോട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയില്ല. എന്നിട്ട് ഇനോർഗാനിക് NCERT എങ്ങനെയാണ് ഡിപെൻഡ് ചെയ്തത്? അതെ, NCERTയിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കും. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ആ ഹൈലൈറ്റ് ചെയ്ത കാര്യം മാത്രം വായിക്കും.
അതായത് അപ്പൊ നമുക്ക് ഷോർട്ട് നോട്ട് ചെയ്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവൻ NCERT മുഴുവനായിട്ട് വായിക്കും. വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ അപ്പൊ തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തിട്ട് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളിലൂടെ അതായത് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അത് ആ ഒരു കാര്യം കൂടി നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൽ അണ്ടർലൈൻ ചെയ്താൽ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രീനെ പോലെയുള്ള ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ബയോളജി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകില്ലേ? അതെങ്ങനെയാണ്? ഇപ്പം ഈ കുട്ടികൾ നമ്മളെല്ലാവരുടെയും കുട്ടികളുടെ എന്നുള്ള ടെൻഷനും പഠിച്ചതാണ് പക്ഷെ മറന്നുപോയി. എങ്ങനെയാ അത് ഷാഹിദ് എങ്ങനെ റെഡിയാക്കി? അതായത് ബയോളജിക്ക് എല്ലാവരും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല. ബയോളജി വെറുതെ NCERT മാത്രമേ റീഡ് ചെയ്യൂ. ഞാൻ 250 പ്ലസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3-4 മെറ്റീരിയൽ എടുത്തിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. 250 പ്ലസ് ക്വസ്റ്റ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ചാപ്റ്ററിന് തന്നെ ഒരു ചാപ്റ്ററിന് 250 പ്ലസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ ശ്രദ്ധിച്ചു. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഇത് റിവിഷൻ ശരിക്കും ഏത് ഗ്യാപ്പിലൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടി വരും, അല്ലെ ഷാഹിദ് എങ്ങനെയാ ചെയ്തേ? അതായത് ഞാൻ നോർമലി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. വീക്കിലി എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കും. പിന്നെ വേറെ ഒരു കാര്യം നോക്കാറില്ല. കാര്യം എന്താ വെച്ചാൽ വേറെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീക്കിലി ആ ഷെഡ്യൂൾ ഉണ്ടാവില്ല, അന്ന് ആ ടോപ്പിക്സ് ഉണ്ടാവില്ല, അത് പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ സമയം കൂടി നമ്മൾ റിവിഷന് പോയി കഴിഞ്ഞാൽ വീക്കിലി എക്സാമിന് മാർക്ക് ഡൗൺ, അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ പോകും. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെ രീതികളിൽ വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് അടുത്ത എക്സാംസ് വരുമ്പോഴേക്ക് അടുത്ത എക്സാം ഫോക്കസ് ചെയ്യും. എനിക്കൊന്ന് അങ്ങനെ എക്സാംസ് എഴുതുമ്പോൾ തന്നെ ഒരുവിധം എല്ലാം കവർ ആയി. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മറന്നുപോലെ. ഫിസിക്സ് ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ 200 പ്ലസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കൂല. നമ്മൾ പിന്നെ ഒരു മോഡലൊക്കെ വരുമല്ലോ, GIB ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും കത്തും. GIBs നമ്മുടെ കുട്ടികൾ GIB എല്ലാ മാസവും ഇപ്പൊ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും കുറെ കൂടി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം ഓരോ മാസവും ഇന്ന പോർഷൻസ് എന്ന് പറയുന്നു, അതിന്റെ ക്ലാസ്സസും റിവിഷൻസ് ഒക്കെ കൊടുത്തു വരുമ്പോൾ മറന്നു പോകാനുള്ള സാധ്യത ഇപ്പൊ നമ്മുടെ കുട്ടികളും കൂടി ഇങ്ങനെ അതിജീവിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു അഡ്മിഷനൊക്കെ ആയി ബന്ധപ്പെട്ട് മൊത്തത്തിൽ എങ്ങനെയാണ് ഷാഹിദിന്റെ ഒരു ലൈഫ്, ഷാഹിദിന്റെ ഫാമിലി, ഷാഹിദിന്റെ നാട്ടുകാര്, ബന്ധുക്കള്, എങ്ങനെയാണ് ഷാഹിദിനെ ഇപ്പൊ നോക്കിക്കാണുന്നത്? അതായത് റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും സപ്പോർട്ടാണ്. നോർമലി എല്ലാവരും ഹാപ്പിയാണ്. അതായത് നീറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ, അതായത് ആൻസർ കീ നോക്കിയപ്പോൾ തന്നെ ഏകദേശം നല്ല സ്കോർ ഉണ്ടായിരുന്നു. 630 ഒക്കെ ആയിരുന്നു. പിന്നെ 2-3 കീ ഒക്കെ കറക്ഷൻ വന്നപ്പോൾ മാർക്ക് പിന്നെ ഇൻക്രീസ് ആയി. അതെ. അപ്പം ഇപ്പം ശരിക്കും അതായത് ആ സമയങ്ങളിൽ ഇപ്പം റിപ്പീറ്റർ ആയിരുന്നല്ലോ ഷാഹിദ്. ഈ റിപ്പീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഷാഹിദ് പോയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവല്ലോ. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രഷർ മൊത്തത്തിൽ പൊതുവെയുള്ള സമൂഹത്തിൽ നിന്നൊക്കെ നേരിട്ട് വന്നിട്ടുണ്ടോ? അതായത് ഞാൻ എന്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഈ 2 വർഷം പഠിച്ചത്. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ നമുക്ക് നീറ്റ് കിട്ടൂല. അതെ, നല്ല നല്ലോണം പഠിക്കണം നമ്മൾ, ഒന്നാമത്തെ കാര്യം. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഡെയിലി ഇപ്പൊ നമ്മള് ഒരു 7 മണിക്ക്, ഞാൻ എന്റെ സ്റ്റഡീസ് നേരത്തെ എണീച്ച് പഠിക്കുന്നില്ല. 7 മണിക്കൊക്കെ 7 മണി 8 മണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എൻ്റെ ഒരു 11:30-12 ആകുമ്പോഴത്തേക്ക് തീർക്കും. ഒരു 12 to 14, ചിലപ്പോൾ ഒരു 10-9 ചില ദിവസം. അത്രയും അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കും. കണ്ടിന്യൂസ് അല്ല, അങ്ങനല്ല. അതായത് 25 മിനിറ്റ് പഠിക്കും, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ഒരു പ്ലാൻ അനുസരിച്ചിട്ട് അതെനിക്കൊന്ന് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഇപ്പൊ നമ്മളെ കുട്ടികൾ ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് എടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. കോൺസെൻട്രേഷൻ എപ്പോഴാണ് നമുക്ക്. അതായത് നമ്മൾ ബ്രേക്ക് എടുക്കുന്ന നേരത്ത് ആ 5 മിനിറ്റ് ബുക്കേ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോ ജസ്റ്റ് റൂമിൽ വാക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കുക. പെട്ടെന്ന് നമ്മൾ ബാക്കി 25 മിനിറ്റ് പെട്ടെന്ന് ബാക്കിയുള്ള നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് കയറും. ഒരിക്കൽ നമ്മളെ കുട്ടികൾ എന്നും ഇങ്ങനെ പറയുന്ന ഒരു സംഭവം, ഫുൾ ഓൺ സ്ട്രെച്ചിൽ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ പോകുന്നു, അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ട് പഠിച്ച് തീരുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു വലിയൊരു സൊല്യൂഷൻ കൂടിയാണ് നമുക്കിപ്പോ ഷാഹിദിലൂടെ കിട്ടിയിരിക്കുന്നത്. ടേക്ക് ബ്രേക്സ്, ഇടക്കിടക്ക് ബ്രേക്സ് എടുക്കുക. ആ സമയത്ത് വേറൊന്നും ചെയ്യരുത്, ഫുള്ള് ഫ്രീ ആയിട്ട് അങ്ങനെ നടക്കുക. അതൊരു പ്രധാനം. എസ്പെഷ്യലി ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതൊന്ന് പ്രത്യേകം നോക്കുക. പഠിക്കുന്ന സമയങ്ങളിൽ മൊബൈലിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുക. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് പഠിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്കൊന്ന് പ്ലാൻ ചെയ്ത് ഒരു ദിവസം ഒരു 10-14 മണിക്കൂർ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഏകദേശം 14 മണിക്കൂറിന്റെ ഷെഡ്യൂൾ ഇട്ടാലും ഏകദേശം 12 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ 14 മണിക്കൂറിന്റെ ഷെഡ്യൂൾ ഇടണം. അതെ. അപ്പൊ അത് ഭയങ്കരം. ഇത്രയും സമയം പഠിക്കണം എന്നൊക്കെ ചോദിക്കുന്നവർക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇത്രയും സമയം പഠിച്ചിട്ട് തന്നെയാണ്, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും എക്സാമിനേഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളത്, ഈ ഫ്രണ്ട്സും ഒക്കെ എങ്ങനെയായിരുന്നു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ? ഞാൻ ചെയ്തെന്താ വെച്ചാല് എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും. എന്നിട്ട് ടാബ് ഉണ്ടായിരുന്നു, കസ്റ്റമൈസ് ടാബ്. അപ്പൊ അത് മൊബൈൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരും വിളിക്കാനില്ലല്ലോ. അപ്പോ പിന്നെ ആരായിട്ടും ടച്ച് ഇല്ല. പിന്നെ ജസ്റ്റ് എന്താ പറയാ, ടാബ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നോർമലി ഇപ്പം കുടുംബങ്ങളിൽ നിന്നൊക്കെ ആയാലും അല്ലെ ഫ്രണ്ട്സ് അവരിന്നൊക്കെ ഇങ്ങനെ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെ വേറെ വല്ല പരിപാടി നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ ഉണ്ട്? അത്
നോർമലി എനിക്ക് ഉണ്ടായിട്ടില്ല. നാട്ടിലത്തെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അവർക്ക് എല്ലാരും സപ്പോർട്ടീവ് ആയിട്ടാണ്. അപ്പൊ വലിയൊരു സപ്പോർട്ടിങ് ആയിരിക്കുന്ന ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാരും ഷാഹിദിന്റെ കൂടെ ഉണ്ട്. അവരുടെ കൂടെ ഷാഹിദിന്റെ ഹാർഡ് വർക്ക്, കൺസിസ്റ്റൻസി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഷാഹിദിന് എന്തെങ്കിലും പറയാനുണ്ടോ? അവര് ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യം ഉണ്ടാവുക? അവർ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അതായത് നമ്മളിപ്പോ ഇന്ന് ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് 2 ദിവസമൊക്കെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബ്രേക്കിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. ആ ഹാങ് ഓവർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രാക്കിൽ കയറാൻ പിന്നെ ഒരു ദിവസം, 1.5 ദിവസം, 2 ദിവസമൊക്കെ എടുക്കും. അപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ബുക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ നമ്മൾ ഡെയിലി എടുത്തിട്ട്, പക്ഷെ അല്ലാതെ ഇടയ്ക്ക് 2 days ബ്രേക്ക് എടുക്കാതിരിക്കുക. ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. എനിക്കത് എക്സ്പീരിയൻസ്ഡ് ആണ്. ഓക്കെ. പിന്നെ അവര് വേറെ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം ഓൺലൈനിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഡിസ്ട്രാക്ഷൻസിനൊക്കെ സാധ്യതയുണ്ടല്ലോ? അതെ. വീട്ടിൽ നിന്ന് റിലേറ്റീവ്സ് വരുന്നു, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്താ പറയാ തരണം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ റൂമിലോട്ട് ഫ്രണ്ട്സ് വരും, അതൊക്കെ ഞാൻ മാനേജ് ചെയ്ത് പോവുക. അതൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതെ. പിന്നെ പ്രശ്നമല്ല. ഓക്കെ. പിന്നെ ഫൈനലി ഇങ്ങനെ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം മുന്നോട്ടാക്കിയിട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ശരിക്കും ഷാഹിദ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചൊരു കുട്ടിയാണ്, നമുക്ക് മനസ്സിലായി. അപ്പൊ അത് അറിയുമ്പോൾ തന്നെ ഇപ്പൊ എന്റെയൊക്കെ മനസ്സിൽ 11th 12th അടിപൊളി, എനിക്കൊന്ന് സ്കൂളിലെ ടോപ്പർ ഒക്കെ ആയിട്ടാണോ ഷാഹിദ് 11th 12th വന്നത്? എനിക്ക് 12th തീരെ മാർക്കില്ല. അതായത് 12th പൊതുവെ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, കൊറോണ ബാച്ചാണ്. പിന്നെ ക്ലാസ് ഓൺലൈനൊക്കെ വരാം. അപ്പം ടീച്ചേഴ്സ് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കൂല, നമ്മൾ ജസ്റ്റ് വീഡിയോ ഓണാക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരാം. ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ എക്സാം വേറെ, അന്ന് ഞാൻ CBSE പഠിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫൈനൽ എക്സാമും ഇല്ല, വെറുതെ പാസ്സായ ബാച്ചാ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ്, അതായത് ഒരു ബേസും അപ്പം ഉണ്ടായില്ല എന്നുള്ളതല്ലേ? അറിയില്ല. ഫിസിക്സ് ഒന്നും ഒരു ചാപ്റ്റർ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഈ ചാപ്റ്ററിന്റെ പേരെന്നെ എനിക്ക് അറിയുന്നത്. ആകെ ബയോളജിയിൽ 3 ചാപ്റ്റർ എനിക്ക് അറിയുള്ളൂ. അതായത് അന്ന് ലാസ്റ്റിലേക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അത് ജനറ്റിക്സിൽ 2 ചാപ്റ്റർ ഒക്കെ ആ ചാപ്റ്റേഴ്സ് ആണ്. അപ്പം +2 നിന്ന് ശരിക്കും +2 ഒന്നും ആകൂല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും നല്ല സ്കോറിലൂടെ ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല വിഷയം, നമ്മൾ ഇനി എവിടെ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹവും അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എനിക്കൊരു ബേസും അറിയില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഒരു കണക്കിന് അതൊരു എക്സ്ക്യൂസ് അല്ലേ? അതെ ശരിയാണ്. അതായത് എനിക്ക് ബേസ് ഇല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്ത് വിചാരിച്ചു എനിക്ക് ബേസ് ഇല്ല, ഞാൻ നീറ്റ് കിട്ടൂല എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ എനിക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടി എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് അതിന്റെ ഒരു ടെക്നിക്ക് കിട്ടുള്ളൂ. സ്ഥിരമായിട്ട് ആ ചോദ്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ ചാപ്റ്റർ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെ, ഇതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കൂടുതലായിട്ട് ഇപ്പൊ റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ ചാപ്റ്റേഴ്സിന് ഇപ്പം നമ്മൾ ആദ്യം ഷാഹിദ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചാപ്റ്റർ പഠിച്ചു, പക്ഷെ പിന്നെ ഒരു ക്വിക്ക് റിവിഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഷാഹിദിനെ എന്താ ഹെൽപ്പ് ചെയ്ത് അല്ലെ എങ്ങനെ ചെയ്തു? അതായത് ക്വിക്ക് റിവിഷൻ ഞാൻ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, തീരെ അറിയാത്ത ചാപ്റ്റർ ഉണ്ടാവും, അതായത് കോൺസെപ്റ്റ് കുറെ മുന്നേ പഠിച്ചു, ഞാൻ റിവിഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ 1 ഷോട്ട് കാണും, സൈലത്തിന്റെ യൂട്യൂബിലുള്ള 1 ഷോട്ട്. 1 ഷോട്ട് കണ്ടിട്ട് 1 ഷോട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തിയറി എടുക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വരുന്ന സാധ്യതയുള്ള എല്ലാ തിയറികളും അതായത് ഒന്നാമത് 1 ഷോട്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് നീറ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ നമുക്ക് 1 ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കോൺഫിഡൻസും കിട്ടും. അതായത് 1 ഷോട്ടുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളിപ്പം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലായിട്ട് നിരന്തരം നമ്മുടെ കുട്ടികൾ 1 ഷോട്ടുകളും അതുപോലെയുള്ള റിവിഷൻ ക്ലാസ്സസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള റിവിഷൻ പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കൂടുതൽ സാധ്യതകളും കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള ചാൻസസ് ഒക്കെ ഉള്ളത് ഷാഹിദിന്റെ കഥയിലൂടെ അല്ലെങ്കിൽ ഷാഹിദിന്റെ കോൺഫിഡൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ പഠിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഷാഹിദ് പറഞ്ഞിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ടത് കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ആ കൺസിസ്റ്റന്റ് ആകുന്നതിന്റെ കൂടെ തന്നെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് എടുക്കാതെ, അതായത് ദിവസങ്ങളോളം നിങ്ങൾ ഗ്യാപ്പ് എടുക്കാതെ ചെറിയ ചെറിയ ബ്രേക്കുകൾ ഷാഹിദിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പഠിക്കുന്ന സമയങ്ങളിൽ മൊബൈൽ ഫോൺ മാറ്റി നിർത്തിക്കൊണ്ട് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഇതൊക്കെ എനിക്കൊന്ന് ഇനി നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും ഏറ്റവും വലിയ സ്ട്രാറ്റജി ഷാഹിദ് കൊടുത്തിരിക്കുന്ന സ്ട്രാറ്റജി തന്നെയാണ്. സോ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവര് ഷാഹിദിന്റെ സ്ട്രാറ്റജികൾ ശ്രദ്ധിക്കുക, അതിലൂടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജികൾ ഉൾക്കൊള്ളുക. വേറെ എന്തെങ്കിലും കാര്യം ഷാഹിദിന് അവരോട് പറയാനുണ്ടോ? അതായത് ഇപ്പൊ ഇവരിങ്ങനെ ചിലവരൊക്കെ വളരെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, എനിക്കിനി വയ്യ, എനിക്കിനി കിട്ടില്ല. പക്ഷെ കിട്ടില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മാറ്റം ഒന്ന് ഷെയർ ചെയ്ത് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ നീറ്റിന് പഠിക്കുമ്പോൾ നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ കണ്ടീഷനിലേക്കാണ് നമ്മൾ പോവുക. അതായത് ഒരുപാട് പഠിക്കാനുണ്ട്, നമുക്ക് എക്സാം ഉണ്ടാവും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ബേസ് ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ പക്ഷെ നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് ഫുൾ ഫ്രീ ആണ്. പിന്നെ നീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 to 5 മാസം ഫ്രീ ആ. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. അപ്പൊ എൻജോയ് ചെയ്യാനുള്ള ദിവസങ്ങൾ ഇനി കുറെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം നല്ലോണം ഇരുന്ന് ഏറ്റവും മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം പഠിക്കാം. നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുക എന്നല്ലാതെ അതിൽ കൂടുതൽ വേറൊന്നും നമ്മൾ ആലോചിക്കണ്ട അല്ലേ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. എന്റെ ഭാഗത്തുനിന്നും അടി ബെസ്റ്റ്. ഷാഹിദിന്റെ ഭാഗത്തുനിന്നും ബൈ.